സിപിഎം നവമുതലാളിത്തത്തിന്റെ പാതയിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരന്റെ വിമർശനം. മാർക്സിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റ് ലൈനിലേക്ക് വന്നിരിക്കുന്നു. ബിജെപിയും സിപിഐഎമ്മും തമ്മിൽ ആശയപരമായുള്ള അകലം കുറഞ്ഞിരിക്കുന്നുവെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. സിപിഎം ആകട്ടെ കമ്മ്യൂണിസം കൈവിട്ടുകൊണ്ട് മുതലാളിത്ത പാതയിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാലമത്രയും അവർ എതിർത്തുകൊണ്ടിരുന്നു എന്ന് അവകാശപ്പെട്ട ആ മുതലാളിത്തത്തിന്റെ പാതയിലേക്കാണ് സിപിഎം വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നവമുതലാളിത്തത്തിന്റെ പാതയിലാണ് സിപിഎം മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം കൈവിട്ടു ക്യാപിറ്റലിസം തങ്ങളുടെ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെ ഒരു തലത്തിലേക്കാണ് ഇന്ന് കേരളം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. പക്ഷേ കേരളത്തിൽ നടക്കുന്നതെന്താണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട് പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ച് മാതൃകാ ഭരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതാണോ മാതൃക? ഇതാണ് മാതൃകയെങ്കിൽ ഈ മാതൃക ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട. ഈ മാതൃക ജനവിരുദ്ധമാണ്, ജനദ്രോഹപരമാണ്, സാധാരണക്കാരുടെ താല്പര്യങ്ങൾ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.